إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ആരംഭിക്കുവാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ. ഹജ്ജിൽ പങ്കെടുക്കാത്ത മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ്, ആരാധനയാണ് ബലികർമ്മം എന്നുള്ളത്. വിശുദ്ധ ഇസ്ലാമിൽ വളരെ പ്രാധാന്യത്തോടുകൂടി അള്ളാഹുവും അവന്റെ പ്രവാചകനും നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു മഹത്തായ ഇബാദത്താണ് ബലികർമ്മം, ഉളഹിയ്യത്ത് എന്നുള്ളത്. പലപ്പോഴും അതിന്റെ ഗൗരവം വേണ്ടത്ര സമൂഹം ഇന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ മാത്രം ചെയ്യേണ്ട ഒരു ഇബാദത്തായിക്കൊണ്ടാണ് സമുദായം അത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, അതിന്റെ ഗൗരവം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും ആദ്യമായി ചെയ്യേണ്ടത്. അത് ഹജ്ജ് കർമ്മമാണെങ്കിലും ഇനി ഉംറയാണെങ്കിലും നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ കേവലം യാന്ത്രികമായ കർമ്മങ്ങൾ ചെയ്യുക എന്നതിനപ്പുറത്ത് താൻ ചെയ്യുന്ന ഇബാദത്തിന്റെ ആത്മാവും റൂഹും മനസ്സിലാക്കി അതിലുള്ള ഹിക്മത്തുകൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുക, പൂർണ്ണമായ ആസ്വാദനം നമുക്ക് ലഭിക്കുക. ബലികർമ്മത്തെ സംബന്ധിച്ചിടത്തോളം പലരും പല സംശയങ്ങളും ഉന്നയിക്കാറുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ.
അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ എന്തിനാണ് ഒരു പാവം മൃഗത്തെ ബലി കൊടുക്കുന്നത്? ആ മൃഗത്തിന്റെ ചോര ചിന്തിയാലേ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും പല അനാവശ്യമായ സംസാരങ്ങളും നടത്താറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഈ ഭൂമിയിൽ മനുഷ്യന്മാരെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അവനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എന്തൊക്കെയാണ് ആരാധനയുടെ ഭാഗമായി മനുഷ്യന്മാർ ചെയ്യേണ്ടത് എന്നും അല്ലാഹു തന്നെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. 5 നേരം നമസ്കരിക്കാൻ അല്ലാഹു പറഞ്ഞതുകൊണ്ടാണ് നാം നമസ്കരിക്കുന്നത്. സാധാരണ 2-3 നേരം ആഹരിക്കുന്ന മനുഷ്യന്മാർ റമദാനിൽ പകൽ മുഴുവനും പട്ടിണി കിടക്കുന്നത് അല്ലാഹു പറഞ്ഞതുകൊണ്ടാണ്. സമ്പത്തിന് 2.5% നമ്മൾ നീക്കിവെക്കുന്നത് അത് അല്ലാഹുവിന്റെ കൽപ്പനയുള്ളതുകൊണ്ടാണ്. ഇതേപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ആരാധനാ കർമ്മമായിക്കൊണ്ടാണ് ബലികർമ്മത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോഴും സംശയമുണ്ടാകും, ഒരു പാവം ജന്തുവിന് എന്തിനാണ് നമ്മൾ ബലി കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ. ഈ ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. ഇവിടെയുള്ള ജന്തുജാലങ്ങളും സസ്യലതാദികളും എല്ലാം അതിന്റെ മൂലകാരണക്കാരൻ, അതിന്റെ മുഖ്യ പ്രയോക്താക്കൾ എന്ന് പറയുന്നത് മനുഷ്യരാണ്. വഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ. ഇവിടെയുള്ള പർവ്വതങ്ങളും വെള്ളങ്ങളും മരങ്ങളും സസ്യലതാദികളും മൃഗങ്ങളും നാൽക്കാലികളുമെല്ലാം ആ നാൽക്കാലികളിൽ നിന്ന് മനുഷ്യന്മാർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കീഴിൽ ജീവിക്കുന്ന ഏതാനും ചില മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മൃഗങ്ങളെയാണ് നിങ്ങൾ ബലി കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്കും ചില ഉപകാരങ്ങളുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആൻ അതിൽ പഠിപ്പിക്കുന്ന കാര്യം. അഥവാ ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം ആ മനുഷ്യന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യന്മാർ അവിടെ ഭക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ടവരെ ഭക്ഷിക്കാറുമുണ്ട്. അതേപോലെ തന്നെ ഒരു ഇബാദത്ത് എന്നുള്ള നിലയിലും അങ്ങനെ ചില അറിവുകൾ നടത്തണം. ഇത് വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ച കാര്യം. വൽബുദല ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാഹ്. അറവ് മൃഗങ്ങൾ അഥവാ ബലിമൃഗങ്ങളെ നാം അള്ളാഹുവിന്റെ ചില ചിഹ്നങ്ങളിൽപ്പെട്ടതായിക്കൊണ്ട് നാം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ലക്കും ഫിഹാ ഖൈർ. ആ മൃഗങ്ങളിൽ നിങ്ങൾക്കൊരുപാട് ഖൈറുണ്ട്. അതുകൊണ്ട് ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ്, അണിയണിയായിക്കൊണ്ട് നിർത്തിക്കൊണ്ട് നിങ്ങൾ അതിന്റെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം. അതുപോലെ നിങ്ങൾ അതിനെ അറുക്കണം. അങ്ങനെ ഫൈദാ വജബത് ജുനൂബുഹ, ആ ബലിമൃഗങ്ങൾ അറുത്ത് അതിന്റെ പാർശ്വഭാഗങ്ങൾ ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞാൽ ഫകുലൂ മിൻഹാ, നിങ്ങൾക്കതിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ്. ഇവിടെ കേരളത്തിൽ ചില പുത്തൻവാദിക രംഗത്ത് വന്ന് പറയാറുണ്ട്, ഉളഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ബലിയൊന്നുമല്ല, മൃഗത്തെ ബലി കൊടുക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഉളഹിയ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് സദഖ കൊടുക്കലാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ചില ന്യായവാദങ്ങൾ, ചില ദുർന്യായങ്ങൾ ചില ആളുകൾ ഉന്നയിക്കാറുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഫൈദാ വജബത് ജുനൂബുഹ, നിങ്ങൾ അർത്ഥത്തിന് ശേഷം ആ ബലിമൃഗങ്ങൾ താഴേക്ക് വീണുകഴിഞ്ഞാൽ അഥവാ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം. വഅത്ഇമുൽ ഖായിമ അൽ ഖാരിഅ വൽ മുഅ്തർ, വിശക്കുന്നവനും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്നവനും ആവശ്യക്കാരനുമൊക്കെ നിങ്ങൾക്കതിൽ നിന്ന് ഭക്ഷിക്കാം. എന്തിനാണ്? കദാലിക സഖർനാഹാ ലക്കും, അങ്ങനെ നിങ്ങൾ കറക്കാൻ പാകത്തിൽ ഒട്ടകമാകട്ടെ അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളാകട്ടെ അവയെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നമുക്കറിയാം ഒട്ടകം എത്ര ശക്തിയുള്ള മൃഗമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അറുക്കുന്ന പോത്ത്, എരുമ, കാള അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളൊക്കെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ 10-20 ഇരട്ടി ശക്തി ആ മൃഗങ്ങൾക്കുണ്ട്. പക്ഷെ എന്നിട്ടും ദുർബലനായ മനുഷ്യന്മാർ അതിനെ അറുക്കാൻ പാകത്തിൽ ആ മൃഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി. അപ്പൊ ആ മൃഗങ്ങളിലൂടെ നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പക്ഷെ നിങ്ങൾ അറുക്കുന്ന ആ മൃഗത്തിന്റെ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, ആ ബലിമൃഗത്തിന്റെ രക്തം അള്ളാഹുവിന് ആവശ്യമില്ല.
അതിന്റെ മാംസവും അള്ളാഹുലേക്ക് എത്തുകയില്ല, ഒരിക്കലും എത്തുകയില്ല. അഥവാ നിങ്ങളൊരു മൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ സാധാരണയായിക്കൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ബിംബങ്ങൾക്ക് വേണ്ടി ബലിയറുക്കാറുണ്ട്. ആ ബിംബങ്ങൾക്ക് വേണ്ടി ബലിയറുത്ത മൃഗത്തിൽ നിന്ന് അവർ ഭക്ഷിക്കാറില്ല. അത് ബിംബങ്ങൾക്ക് വേണ്ടി നേർച്ചു നേർന്ന് അത് ജീവജാലങ്ങൾ തിന്ന് നശിച്ചു പോകാറുള്ള പതിവ്. പക്ഷെ അത് അള്ളാഹുവിനുള്ള ബലി അങ്ങനെയല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് അതിന്റെ മാംസമോ അല്ലെങ്കിൽ അതിന്റെ രക്തമോ ആവശ്യമില്ല. അള്ളാഹുവിന് ആവശ്യം വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിലുള്ള തഖ്വയാണ്. അത് അറുത്തതിന് ശേഷം അല്ലെങ്കിൽ അറുക്കുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ മനസ്സിലുള്ള തഖ്വയാണ് ആവശ്യം. കദാലിക സഖർനാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ തക്ബീർ ചൊല്ലണം. വബശ്ശിരിൽ മുഹ്സിനീൻ, അള്ളാഹു സുബ്ഹാനഹു നന്മ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഒരു സുന്നത്തായി അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചതാണ്. ഇത് നമുക്ക് മാത്രമുള്ളതല്ല. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, ലോകത്ത് എല്ലാ ഉമ്മത്തിനും അതിന്റേതായ ബലികർമ്മത്തിന്റെ ഇബാദത്തുകളൊന്നും നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലുണ്ട്, മൂസാ നബിന്റെ ഉമ്മത്തിലുണ്ട്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തോട് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞ സംഭവം നമുക്കറിയാം. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ എന്ന പേര് തന്നെ കിട്ടിയത്. എല്ലാ നബിമാരിലും ഈ ഇബാദത്തുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ 4 ദിവസങ്ങൾ നടത്തുന്ന ഇബാദത്താണ്. അഥവാ ദുൽഹിജ്ജ 10-നും 11-നും 12-നും 13-നും ഇങ്ങനെ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളിലും അതുപോലെ തന്നെ ദുൽഹിജ്ജ 10-നും നടത്തുന്ന ഇബാദത്ത്. ഉളുഹിയ്യത്ത് എന്ന് സാധാരണ ബലികർമ്മം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. ഉളുഹിയ്യത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ വേറെയും ഒരുപാട് ബലികർമ്മങ്ങളുണ്ട്. അഖീഖയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ട രീതിയിൽ ഭക്ഷിക്കാൻ വേണ്ടി ബലിയെറുക്കാം. പക്ഷെ ഉളുഹിയ്യത്ത് എന്നുള്ള പ്രത്യേകമായ പേര് ലഭിക്കാൻ കാരണം സാധാരണയായിക്കൊണ്ട് ഈ അറവ് നടക്കാറുള്ള ദുഹാസമയത്താണ്. ദുഹാസമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ളുഹറിന്റെ മുമ്പുള്ള സമയം. ആ ദുഹാ സമയത്ത് സാധാരണയായിക്കൊണ്ട് അറുക്കപ്പെടുന്നത് കൊണ്ടാണ് അതിന് ഉളുഹിയ്യത്ത് എന്ന് പേര് വന്നത്. ദുഹാ സമയത്ത് അറുക്കപ്പെടുന്ന ഒരു ഇബാദത്ത് അല്ലെങ്കിൽ അറുക്കപ്പെടുന്ന ഒരു മൃഗത്തിനാണ് ഉളുഹിയ്യത്ത് എന്ന് സാധാരണയായിക്കൊണ്ട് പറയാറുള്ളത്. ഇവിടെ ഉളുഹിയ്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ട ആളുകളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഇബാദത്ത് ചെയ്യും പോലെ തന്നെ അവന്റെ നിയ്യത്ത് പ്രധാനമാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ആരാധനയും എന്റെ ജീവിതവും എന്റെ ബലികർമ്മവും എന്റെ നമസ്കാരവും എന്റെ മരണവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ് എന്നൊരു നിയ്യത്തോടുകൂടി എന്റെ കാശിൽ നിന്ന് ഒരു മൃഗത്തെ വാങ്ങി ഞാൻ ബലിയെറുക്കുമ്പോൾ അത് ആളുകളെ പേരും പ്രശസ്തിയും അല്ലെങ്കിൽ ആളുകളെ പ്രശസ്തിക്കും വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഉളുഹിയ്യത്ത് മാത്രമല്ല പല രീതിയിലുള്ള അറവുകൾ ഇസ്ലാമിലുണ്ട്. കഫാറത്തിന് വേണ്ടി അഥവാ ഹജ്ജിലോ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളിലൊക്കെ എന്തെങ്കിലും ഇബാദത്തുകൾ വീഴ്ച വന്നാൽ അവൻ ബലിയെറുക്കണം, കഫാറത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഹജ്ജിൽ ബലിയുണ്ട്, ഉളുഹിയ്യത്തുണ്ട്, അഖീഖയുണ്ട്. അതേപോലെ അനുവദിക്കപ്പെട്ട രീതിയിലുള്ള നമുക്ക് ഭക്ഷണാവശ്യാർത്ഥം നമുക്ക് തിന്നൽ അനുവദനീയമായ മൃഗങ്ങൾ നമുക്ക് ബലിയെറുക്കാം. പക്ഷെ ബലിയെറുക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അഥവാ നമുക്ക് തിന്നാൻ പാടില്ലാത്ത മൃഗങ്ങൾ, ആ മൃഗങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബലിയെറുക്കാൻ പാടില്ല. അതേപോലെ തന്നെ തിന്നാൻ പാടുള്ള മൃഗമാണെങ്കിൽ പോലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരുടെ പേരിലാണെങ്കിലും ബലിയെറുക്കാൻ പാടില്ല. അങ്ങനെ അറുത്തതാണെങ്കിൽ തിന്നാനും പാടില്ല. ഇത് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഉളുഹിയ്യത്ത് നടത്തിക്കൊണ്ട് നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. ഉളുഹിയ്യത്ത് ഒരു ചെറിയ ഇബാദത്തല്ല. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഇബാദത്താണ്. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വലിയ സമ്പന്നന്മാർ മാത്രം ചെയ്യേണ്ട ഇബാദത്താണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 6000, 7000 അല്ലെങ്കിൽ 8000 രൂപ, 10000 രൂപയിൽ താഴെ വരുന്ന സംഖ്യ എത്ര വലിയ ഷെയറിൽ ഉണ്ടാകുള്ളൂ. ഒരു വർഷത്തിൽ ഒരു 8000 രൂപ അല്ലെങ്കിൽ 9000 രൂപ, അതൊരു മനസ്സുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ഇന്നത്തെ കാലഘട്ടത്തിൽ അപൂർവമായ ചില ആളുകൾ ഒഴികെ ആർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ധനാഠ്യനായി ജീവിച്ചാണല്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 3 ദിവസം തുടർച്ചയായിക്കൊണ്ട് പുക പൊന്തിയത് എനിക്കറിയില്ല എന്ന് നമ്മുടെ ഉമ്മയായ ആയിഷമ്മ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീനായിരുന്നു. നമ്മുടെയൊക്കെ സമ്പത്തിനെ അപേക്ഷിച്ച് വളരെ വളരെ തുച്ഛമായ സമ്പത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹാബിക ബിശൈൻ അംലഹൈൻ, 2 വെളുത്ത
കൊമ്പുള്ള മൃഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളഹിയത്ത് അറുത്തു. വദബഹുമാ ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ കൊണ്ടാണ് അതിനെ അറുത്തത്. എന്നിട്ട് വസമ്മ വക്കബ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കും തന്റെ കുടുംബത്തിനു വേണ്ടി പേര് പറയുകയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഉളഹിയത്ത് അറുക്കുകയും ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളഹിയത്ത് അറുത്ത് കാണിച്ചു തന്നിട്ട് മാത്രമല്ല അതിന്റെ ഗൗരവം പ്രവാചകന്റെ ഹദീസിൽ കാണാം. ശൈഖ് നസ്റുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിയിൽ കൊടുത്തൊരു ഹദീസിൽ കാണാം, മൻ കാന ഇൻദഹു സഅത്തുൻ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉളഹിയത്തിന് അവന് കഴിവുണ്ട്, ശേഷിയുണ്ട്, എന്നിട്ടും അവൻ ഉളഹിയത്ത് അറുക്കുന്നില്ലെങ്കിൽ പെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ മുസല്ലിയിലേക്ക് അവൻ വരേണ്ടതില്ല, അതിന്റെ അടുത്തേക്ക് അവൻ വരേണ്ടതില്ല എന്ന രീതിയിലുള്ള ഹദീസുകൾ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്രയും ഗൗരവമുള്ളൊരു കാര്യമായിക്കൊണ്ടാണ് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ആരാധനാ കർമ്മമാണ് ഉളഹിയത്ത് എന്ന് പറഞ്ഞാൽ. തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പിറന്ന ഒരു അരുമ സന്താനം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ബലിയെറുക്കാനാണ് അള്ളാഹ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. സ്വപ്നത്തിലൂടെയാണെങ്കിലും പ്രവാചകന്മാരുടെ സ്വപ്നം വഹയാണല്ലോ. അതിന് അദ്ദേഹം തയ്യാറായി. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് ആരാധനാ കർമ്മങ്ങളും ശിആറുകളും അള്ളാഹ് ലോകാവസാനം വരെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ ജീവിച്ച വലിയൊരു ആദർശ പുരുഷനാണ്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു മഹാനായ മനുഷ്യരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ഉളഹിയത്തിന്റെ പിന്നിലും അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാലോ. അതുകൊണ്ടാണ് ഹജ്ജ് കർമ്മം, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലെ ഒരുപാട് ഇബാദത്തുകൾ ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ സംസമിന്റെ ചരിത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധമുണ്ട്. സഅയ്, അതുപോലെ തന്നെ ജംറകളിലുള്ള ഏറുകൾ, മഖാം ഇബ്രാഹിം, അതുപോലെ തന്നെ ഇബ്രാഹിമി സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധമുണ്ട്. ഏതൊരു ഇബാദത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ഉളഹിയത്താണെങ്കിലും ഹജ്ജാണെങ്കിലും ഒക്കെ അതിന്റെ ഒരു ഹിക്മത്തും അതിന്റെ ആത്മാവും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും വളരെ സങ്കടകരമായൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഹജ്ജിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ ആളുകൾ പലപ്പോഴും ഒരു ഹജ്ജ് ഒരു യാന്ത്രികമായി ചെയ്തു വരിക എന്നല്ലാതെ ആ ഹജ്ജ് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമാക്കിയത്, എന്തിനാണ് ഇത്രയും പണം കൊടുത്ത് മക്കയിൽ പോയി ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസം അവിടെ ചെലവഴിച്ച് വളരെ പ്രയാസപ്പെട്ട് തിരിച്ചു പോരാൻ വേണ്ടി കൽപ്പിച്ചതെന്ന് ചിന്തിക്കാതെ പലപ്പോഴും ആ ഹജ്ജ് ചെയ്യണം എന്നൊരു നിയത്തിൽ പോയി തിരിച്ചു വരുന്നതെന്നല്ലാതെ ഒരു ഹജ്ജിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ പലപ്പോഴും പല ആളുകൾക്കും സാധിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ജാറങ്ങൾ മുഴുവനും കറങ്ങിയിട്ടാണ് ഹജ്ജിന് പോകാറുള്ളത്. തൗഹീദിന്റെ ഇബാദത്ത് ചെയ്യാൻ പോകുമ്പോൾ ശിർക്കിന്റെ കേന്ദ്രങ്ങളിലൊക്കെ പോയി വരിക. യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ആത്മാവെന്താണ്? ഉളുഹിയ്യത്തിന്റെ ആത്മാവ് പറഞ്ഞാൽ തൗഹീദാണ്. നമുക്കറിയാം ദുൽഹിജ്ജ 8 മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ ദുൽഹിജ്ജ 13 വരെയുള്ള ദിവസങ്ങളാണ് ഹജ്ജുള്ളത്. ആ ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ വിളിച്ചുള്ളൊരു ദുആ ഉണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ തവസ്സുലാക്കിയൊരു പ്രാർത്ഥന ഉണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ച കഅബാലയത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഇസ്തിഗാസ ഉണ്ടോ? ഇല്ലല്ലോ. ഇനി വളരെ സങ്കടകരമായ കാര്യം, ഏറ്റവും പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സമയമാണ് അറഫ മൈതാൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള മലക്കുകളോട് ഈ ലോകത്ത് ഈ അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അഭിമാനം പറയുന്ന ദിവസമാണ് അറഫ ദിവസം. നോക്കൂ, എന്റെ അടിമകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ഒരേ വസ്ത്രം ധരിച്ച്, അവർക്കെല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ പോലും അവിടെ ചെല്ലാനുള്ള മൗലിദ് കിതാബ് പെടുന്ന ഹജ്ജിന് മുമ്പ് കൊണ്ടുപോകണം. നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞാൽ അള്ളാഹ് കൈകൾ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവിടെ വെച്ചും പടച്ചവനോട് പറയാതെ അള്ളാഹിന്റെ ഔലിയാക്കന്മാരെയും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന വളരെ ദാരുണമായ അവസ്ഥയാണ് മുസ്ലിം സമുദായത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരാൾ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. തവാഫ് ചെയ്തതിനു ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം, ആ 2 റക്അത്ത് നമസ്കാരം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കേണ്ടത്. അയാൾ പറയുന്നു മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ്.
അപ്പൊ ഇബ്രാഹിം നബിക്കുള്ള സുജൂദ് ഇബ്രാഹിം നബിക്കുള്ള ഇബാദത്തല്ല, അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അപ്പൊ ആദരവിലൂടെയാണ് നമ്മൾ അള്ളാഹുലേക്ക് മഹാന്മാരെ ആദരിച്ച് അവർക്ക് സുജൂദ് ചെയ്തിട്ടാണ് നമ്മൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇതാണ് ഹജ്ജിലുള്ള പാഠം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ആലോചിച്ചു, മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ സുജൂദ് ചെയ്യുന്നത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് ആര് പഠിപ്പിച്ചു? ആരും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ റസൂലുള്ളാഹി നിസ്കരിക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ ആ റസൂലുള്ളാഹിന്റെ കാലിന്റെ ബേക്കിലാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത് സുജൂദ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സഫിന് ഇമാമിന്റെ ബേക്കിലല്ലേ സുജൂദ് ചെയ്യുക. അപ്പൊ അതിന്റെ റസൂലുള്ളാഹിന്റെ കാലിന്റെ അടുത്ത് സുജൂദ് ചെയ്യുന്നതിന്റെ അർത്ഥം അത് റസൂലുള്ളാഹിക്കുള്ള സുജൂദാണോ? സഹോദരന്മാരെ, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആത്മാവ് മനസ്സിലാകാതെ എന്തിനാണ് ഇബാദത്ത് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയത് എന്ന് മനസ്സിലാകാതെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോകും. ഇതേപോലെ തന്നെയാണ് ഉളുഹിയ്യത്തിന്റെ വിഷയം. ഉളുഹിയ്യത്തിന്റെ ആത്മാവ് പറഞ്ഞ തൗഹീദാണ്. അള്ളാഹു അറുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അറുക്കുന്നത്. അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ടാണ് അറുക്കേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് അറുക്കേണ്ടത്. ഒരിക്കലും പേരും പ്രശസ്തിയും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത് ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യുകയും വേണം. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഗൗരവം മനസ്സിലാക്കിയ ഇബാദത്ത് നമ്മളെല്ലാവരും മുൻപോട്ട് വരിക. നമ്മുടെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അതിന് സംഘടിതമായി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങളുണ്ട്. ഏറ്റവും നല്ലത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുവിനെ സ്വന്തമായി അറുക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും അഫ്ളൽ. അത് ആടാണെങ്കിൽ ആട്, ഇനി അതല്ല ആ രൂപത്തിലുള്ള മറ്റു മൃഗങ്ങളാണെങ്കിൽ മൃഗങ്ങൾ അറുക്കാം. ഇനി ഒരാൾക്ക് ചെയ്യാൻ ഒറ്റയ്ക്ക് കഴിയില്ല, സാമ്പത്തിക ശേഷി അനുവദിക്കുന്നില്ല, അയാൾക്ക് വേണമെങ്കിൽ മറ്റൊരാളോട് കൂട്ടാം, രണ്ടാളെ അറുക്കാം, രണ്ടാൾ കൂടി കൂടെ കൂട്ടാം. അങ്ങനെ 7 വരെ കൂടാം. അതല്ലാതെ എല്ലാ മൃഗത്തിലും എണ്ണം ഉണ്ടാകണം നിർബന്ധമല്ല. ഒരാളാണ് അറുക്കേണ്ടത്, അയാൾക്ക് കഴിയില്ലെങ്കിൽ ഒരാൾ മറ്റാളെ കൂട്ടാം. ആ കൂട്ടുന്നത് 7 വരെ കൂട്ടാമെന്നതേ ഉള്ളൂ. ഒരു മൃഗത്തിൽ 5 ആളുണ്ടെങ്കിലും കുഴപ്പമില്ല, 4 ആണെങ്കിലും കുഴപ്പമില്ല, 3 ആണെങ്കിലും കുഴപ്പമില്ല, 2 ആണെങ്കിലും കുഴപ്പമില്ല, 7 ആണെങ്കിലും കുഴപ്പമില്ല. ഒറ്റയാകണം നിർബന്ധമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെയാണ്, 2 ആളുണ്ടെങ്കിൽ അയാൾ 3 ആളാക്കും, 3 ആളുണ്ടെങ്കിൽ പിന്നെ 3 കഴിഞ്ഞ പിന്നെ 4 ഉണ്ടെങ്കിൽ 5 ആക്കും. അങ്ങനെയല്ല, എണ്ണം കുറയുന്നതിനനുസരിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലുള്ള വളരെ അവിസ്മരണീയമായ സംഭവമാണ് തന്റെ മകനെ ബലിയിറക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നതും ആ ബലി അദ്ദേഹം നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകുന്നതുമായിട്ടുള്ള ചരിത്രം. വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി അത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഫലമ്മ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. സ്വന്തം മകൻ, ഞാൻ പറഞ്ഞു 80-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് സന്താനമുണ്ടാകുന്നത്. ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. പലപ്പോഴും കല്യാണം കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞിട്ടും സന്താനങ്ങളില്ലാതിരുന്നാൽ അതിൽ വലിയ മാനസിക സംഘർഷമുള്ള ആളുകളുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ പലപ്പോഴും ഭൗതികമായ ചികിത്സകളൊക്കെ നടത്തി അതെല്ലാം പരാജയപ്പെടുമ്പോൾ പിന്നീട് ചില ആത്മീയമായ കപട ആത്മീയ ചികിത്സകളിലേക്കും ജാറങ്ങളിലേക്കും അമ്പലങ്ങളിലേക്കും ഒക്കെ പോകുന്ന മുസ്ലിം സമുദായത്തെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ഇബ്രാഹിം നബിയിൽ വലിയ ഗുണപാഠമുണ്ട്. കല്യാണം കഴിഞ്ഞ് 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് സന്താനമുണ്ടാകുന്നത്. ആ സന്താനം ഫലമ്മ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കൈയിങ്ങനെ പിടിച്ച് നടക്കാൻ എത്തിയ പ്രായം. ഏതൊരു മാതാവിനെ അല്ലെങ്കിൽ ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും തന്റെ മക്കളിൽ ഏറ്റവും കൺകുളിർമയുണ്ടാകുന്ന ഒരു പ്രായമെന്ന് പറഞ്ഞാൽ തന്റെ കൈ പിടിച്ച് തന്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ തന്റെ അടുത്തേക്ക് ഓടി വരുന്ന ആ ഒരു പ്രായമാണ് ഏറ്റവും കൺകുളിർമയുള്ള പ്രായം. ആ തന്റെ കൂടെ സഞ്ചരിക്കാൻ പ്രായമായപ്പോൾ ഖാല, അദ്ദേഹം പറയും, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറുക്കുന്നതായിക്കൊണ്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹു എന്നോട് അറുക്കാൻ പറഞ്ഞു എന്നല്ല, നിന്നെ അറുക്കുന്നതായിക്കൊണ്ടാണ് ഞാൻ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഫൻദുർ മാദാ തറ, എന്താ നിന്റെ അഭിപ്രായം? സ്വന്തം മകളുടെ അഭിപ്രായം ചോദിക്കാൻ വേണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ സംബന്ധിച്ചിടത്തോളം
എനിക്ക് സ്വപ്നത്തിൽ കിട്ടിയ വഹയല്ലേ, അതത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാം. പക്ഷെ അദ്ദേഹം അതല്ല ചിന്തിച്ചത്. സ്വന്തം മകളുടെ അഭിപ്രായം ചോദിക്കുന്നു. ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, എന്താണോ ചെയ്യാൻ അള്ളാഹ് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യണം ഉപ്പച്ചി എന്നാണ് തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ആ മകന്റെ ഒരു നിശ്ചയദാർഢ്യം നോക്കണം നിങ്ങൾ. അഥവാ അറുക്കപ്പെടുക എന്നുള്ളത് ആ കുട്ടിക്ക് അറിയാഞ്ഞിട്ടല്ല, തന്റെ ജീവൻ പോകുന്ന കാര്യമാണെന്നും അറിയാഞ്ഞിട്ടല്ല. കാരണം അതൊക്കെ ബുദ്ധിയുള്ള പക്വതയുള്ള പ്രായമായിട്ടുണ്ട്. പക്ഷേ എന്താണോ അള്ളാഹുവിന്റെ കൽപ്പന, ആ കൽപ്പന ശിരസ വഹിക്കാൻ താൻ തയ്യാറാണ് എന്നതാണ് ആ മകന്റെയും തീരുമാനം. അങ്ങനെ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ ശമാലിക്കൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ അള്ളാഹു പറയുന്നു ഫലമ്മ അസ്ലമ, അങ്ങനെ ബാപ്പയും മകനും ആ ബലികർമ്മത്തിന് വേണ്ടി കീഴൊതുങ്ങുകയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് തയ്യാറാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ആ കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് നമ്മളൊന്ന് വായിച്ചു നോക്കൂ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ കിട്ടിയ കുഞ്ഞ്, ആ കുഞ്ഞിനെ കണ്ട് കൊതി തീരാത്ത അവസ്ഥയിൽ ഇനി ആ കുഞ്ഞിനെ കാണാനും ആ കുഞ്ഞിന്റെ കളികൊഞ്ചലുകൾ കാണാനും ഒന്നും ഇബ്രാഹിം നബിക്ക് അവസരം ഉണ്ടാകൂല. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങുകയാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ തവക്കുലും ഇബ്രാഹിം നബിയുടെ ഈമാനൊക്കെ നമുക്ക് മാതൃക ഉണ്ടാകണം. അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകൾ, അത് വളരെ നിസ്സാരമായ കൽപ്പനകൾ പോലും ശിരസ വഹിക്കാൻ പലപ്പോഴും നമുക്കൊക്കെ മടിയാണ്. അത് ആണുങ്ങളായിരുന്നാൽ പെണ്ണുങ്ങളായിരുന്നു 5 നേരം പള്ളിയിൽ നിസ്കരിക്കാൻ ഒരു പ്രയാസവുമില്ലാതെ കൽപ്പിച്ചാൽ അതൊക്കെ വലിയ പ്രയാസമാണ് നമുക്ക്. അല്ലെങ്കിൽ തലയിലൊന്ന് മര്യാദയ്ക്ക് തട്ടമിടണമെന്ന് പറഞ്ഞാൽ ആ തട്ടം പോലും മര്യാദയ്ക്കിടാനുള്ള ഈമാൻ പോലുമില്ലാത്ത ദുർബല ഹൃദയങ്ങളാണ് നമ്മുടേതൊക്കെ. നിങ്ങൾ ആലോചിക്കണം, സ്വന്തം മകനെയാണ് അറക്കാൻ കൊണ്ടുപോകണം. ആ പിതാവിന്റെ മനസ്സിലുണ്ടാകുന്ന എന്തൊക്കെ ചിന്തകളുണ്ടാകും. പക്ഷെ അള്ള പറഞ്ഞതുകൊണ്ട് ചെയ്യാൻ. ഫലമ്മ അസ്ലമ വതല്ലഹുൽ ജബീൻ, അദ്ദേഹം തന്റെ കുഞ്ഞിന്റെ മുഖത്തെ ആ ഭൂമിയിലേക്ക് ചേർത്തിക്കിടത്തി എന്നാണ് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം തന്റെ ആ മുഖം അപ്പുറത്തേക്ക് തിരിച്ചു കിടത്തി, എന്നിട്ട് കത്തിയെടുത്ത് അറക്കാൻ പോവുകയാണ്. സ്വന്തം ഏതൊരു പിതാവിനും ഒരു മകനെ ബലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. പക്ഷെ അള്ള പറഞ്ഞതുകൊണ്ട് ചെയ്യാൻ. അപ്പോഴാണ് വനാദൈനഹു യാ ഇബ്രാഹിം, വനാദൈനഹു യാ ഇബ്രാഹിം, ഞാൻ അന്ന് അപ്പോഴാണ് അള്ളാഹുവിന്റെ വിളി വരുന്നത്. ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, താങ്കൾ താങ്കളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് മുസ്ലിങ്ങളായ ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കുക. എന്നിട്ട് ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് നീ ഇസ്മായിൽ നബിയെ അറക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചതല്ല. നേരെ മറിച്ച് തന്റെ പുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്നേഹം ആണോ താങ്കൾക്ക് വലുത്, അതല്ല അള്ളാഹിനോടുള്ള സ്നേഹമാണോ? ഇതൊരു പരീക്ഷണമായിരുന്നു. ഇതാണ് പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരണം കൊടുത്തത്. അഥവാ തന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ തനിക്ക് കിട്ടിയ ആ അരുമ സന്താനത്തോടുള്ള ഇഷ്ടമാണോ തനിക്ക് കൂടുതൽ, അതല്ല ഈ സന്താനത്തെ തനിക്ക് നൽകിയ പടച്ചവനോടുള്ള ഇഷ്ടമാണോ തനിക്ക് കൂടുതൽ? അത് ഞാൻ പരീക്ഷിക്കുകയായിരുന്നു, അതിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫദൈനാഹു ബിദ്ബിൻ അളീം, ഒരു മൃഗത്തെ, ബലിമൃഗത്തെ അള്ളാഹു ഇവിടെ പകരമായി കൊടുത്തു. ആ ബലിമൃഗത്തിന്റെ പകരം തന്റെ സന്താനത്തിന്റെ പകരമായി ആ ബലിമൃഗത്തെ അറുക്കുവാൻ വേണ്ടി നാം അദ്ദേഹത്തോട് കൽപ്പിച്ചു. അതിന്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് നമ്മുടെ അയ്യത്തെന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ അറുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു 5000, 6000 രൂപയോ അതുപോലെ തന്നെ 8000 രൂപ കൊടുത്ത് ജീവിതത്തിൽ അങ്ങനെ ഉവഹയത്ത് അറക്കണം എന്നുള്ള നിയത്തെങ്കിലും സഹോദരന്മാരെ നമുക്കുണ്ടാകണം. അതൊരു വലിയ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ വലിയ സമ്പന്നനും വലിയ കാറും വലിയ വീടുള്ള ആളുകൾക്ക് മാത്രം ഉവഹയത്ത്, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. എന്നാൽ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, പക്ഷെ നമുക്ക് കഴിയുമോ എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഒരു വർഷത്തിൽ ഒരു 8000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 9000 രൂപ കൊടുത്തൊരു ഉളഹിയത്തിൽ ഷെയർ ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ നഫ്സിനോട് നമ്മൾ ചോദിക്കാം. എന്നിട്ട് അള്ളാഹു പറയും വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൽകീർത്തി നാം പിൽക്കാരക്കാരിൽ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അംഗീകരിക്കാത്ത, ബഹുമാനിക്കാത്ത ലോകത്തൊരൊറ്റ അഹ്ലി കിതാബില്ല. ക്രിസ്ത്യാനികൾ ഇബ്രാഹിം നബി, അബ്രഹാം പ്രവാചകൻ മഹാനാണ്, ജൂതന്മാർ അംഗീകരിക്കുന്ന പ്രവാചകനാണ്, മുസ്ലിമുകൾ അതിനേക്കാൾ കൂടുതൽ അംഗീകരിക്കുന്ന. എന്നിട്ട് അല്ലാഹു പറയുന്നത് സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് സലാമുണ്ട്.
കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഇഹ്സാനോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പ്രതിഫലം കൊടുക്കുക. അവർ മരിച്ചാലും അവിടെ നന്മകൾ അവിടെ നിലനിൽക്കും, അവർ മരിച്ചാലും അവിടെ സൽപ്പേരുകൾ നിലനിൽക്കും. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ. ഇബ്രാഹിം നബി മുഅ്മിനായിരുന്നു, ശിർക്ക് ചെയ്യാത്ത, അതുപോലെ തന്നെ ഈമാനുള്ള അടിമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മുഹ്സിനീങ്ങളായ ആളുകളുടെ സൽകീർത്തി അവർ മരിച്ചാലും ഭൂമിയിൽ നിലനിൽക്കും. പക്ഷെ എന്ത് തയ്യാറാകണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചില ഉദഹിയത്തുകൾക്ക്, ചില ബലികർമ്മങ്ങൾക്ക് നമ്മൾ തയ്യാറാണ്. നമ്മുടെ മനസ്സും ഇച്ഛയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ബലി കൊടുക്കാൻ തയ്യാറാകുമ്പോഴേ സഹോദരന്മാരെ നമ്മൾ മരിച്ചാലും നമ്മളെ സംബന്ധിച്ച ആളുകൾ നല്ലത് പറയുന്ന സൽകീർത്തി നിൽക്കുന്ന അവസ്ഥയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിന്റെ ആത്മാവ് മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ആളുകൾ ആ മഹത്തായ ഇബാദത്തിൽ പങ്കുചേരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ സത്യവിശ്വാസികൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ആ സഹോദരിക്ക് അള്ളാഹു സുബ്ഹാനഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും നാളെ ജന്നാത്തിൽ ഫിർദൗസ് അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഫലസ്തീനിൽ വളരെ മോശമായ അവസ്ഥയാണ് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ഫലസ്തീൻ, നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല, പിഞ്ചു കുട്ടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.